ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഇന്നത്തെ ലൈവിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് മെയിൻ ക്യാരക്ടർ കളിക്കുന്നത് ഇന്ന് ഗബ്രിയാണ്. ഇന്നലെ ജാസ്മിൻ ആയിരുന്നു. ഇന്നലെ ജാസ്മിൻ കുറേയൊക്കെ ക്യാരക്ടർ റോൾ എടുത്ത് കളിച്ച് കുറച്ച് ഓട്ടൊക്കെ നേടാൻ പാകത്തിന് എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അടുത്തത് നമ്മുടെ ഡ്രാമ കിങ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീറ്റ് ഇങ്ങനെ ശോകമായിട്ടിരിക്കുകയാണ്. എണീറ്റ് പോകുന്നു ഒന്നും ചെയ്യണമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ വന്നിട്ട് പല്ല് തേക്ക് ഗബ്രി, കുളിക്ക് ഗബ്രി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആദ്യം പിന്നെ അപ്പോൾ ഇന്നലത്തെ കാര്യം ഓർത്തിട്ടായിരിക്കും എന്ന് വിചാരിച്ച് അവൾ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്നും ഫ്രണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പോയി ഫ്രഷൊക്കെ ആയി വന്ന് ഇരിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല കാര്യം. ഞാൻ പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ പണിയെടുക്കാത്ത ഒരാൾ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. പണിയെടുക്കാതെ തിന്നുക എന്നുള്ളതിന് ഉദാഹരണമാണ് ജാസ്മിൻ. അതായത് ജാസ്മിൻ കിച്ചൺ ടീമിലുള്ള മെമ്പറാണ്. ജിൻഡോയും അൻസിബയും ജാസ്മിനാണ് കിച്ചൺ ടീമിലുള്ളത്. ഇന്ന് മൊത്തം ഈ ഗബ്രിയുടെ പുറകെ നടന്ന് ഗബ്രി അതാണ് ഗബ്രി, ഗബ്രി ഇതാണ് ഗബ്രി, ഗബ്രി മറ്റതാണ് ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടക്കുകയല്ലാതെ ഒരു പണി ചെയ്യാനായിട്ട് അടുക്കളയിൽ കയറിയിട്ടില്ല. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ അവർ 3 പേര് തന്നെ ആ ടീമിലുള്ളൂ. അപ്പോൾ അൻസിബയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് കിച്ചണിൽ. ജിൻഡോയും ചെയ്യുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ ഒന്നും ചെയ്യാനൊന്നും പോകണില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ചെല്ലാണ്ടിരുന്നപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ വന്നിട്ട് ശ്രീതു വന്നിട്ട് പറയുന്നുണ്ട്, പോയി കിച്ചണിലേക്ക് ചെല്ലാൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് പുള്ളിക്കാരി ഒന്ന് കിച്ചണിൽ പോയി. പണിയൊന്നും ചെയ്യുന്നില്ല, വെറുതെ അവിടെ എന്തൊക്കെയോ അഞ്ചു കറങ്ങി നടന്നിട്ട് പിന്നെയും ഇത് തന്നെ രണ്ടുപേരും ഇരുന്ന് ഇവനെ ഇരുന്ന് ആശ്വസിപ്പിക്കുക തന്നെ. ഞാൻ ചോദിക്കണേ, ഇതൊന്നും ഈ ബിഗ് ബോസിൻ്റെ കണ്ണിൽ പെടുന്നില്ലേ? ജാസ്മിനോട് മാത്രം ബിഗ് ബോസിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്.